ഹലോ, രാവിലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഞാൻ രാവിലെ ഒരു ചൂര മീനൊക്കെ വാങ്ങിച്ചു. അതിനെ കൊണ്ടുവച്ച ശേഷം അതിനെ ഒന്ന് അമ്മിയിൽ അരച്ചെടുക്കണതാണ്. അങ്ങനെ അമ്മിയിൽ അരച്ച് കഴുകിയൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ഗുണവും രുചിയൊക്കെയാണ്. അരച്ചത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച മീൻ കറിയാണ്. അതുകൊണ്ട് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, മഞ്ഞൾ, ഉള്ളി, കറിവേപ്പില, പുളി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ച് റെഡിയാക്കി എടുത്തു. അങ്ങനെ ഇന്നൊരു സൂപ്പർ ടേസ്റ്റി ചൂരക്കറി, നമ്മുടെ നെയ്യാറ്റിൻകരക്കാരുടെ, തിരുവനന്തപുരം ജില്ലക്കാരുടെ സ്വന്തം അഹങ്കാരമായ തേങ്ങ അരച്ച മീൻ കറിയാണ്. അതാണ് ചൂരമീൻ. അങ്ങനെ അരിയൊക്കെ വടിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ മീൻ അടുപ്പിൽ വയ്ക്കാൻ പോവുകയാണ്. അമ്മിയിൽ അരച്ച് അടുപ്പിലും കൂടെ വയ്ക്കുമ്പോഴേ അതിനൊരു പ്രത്യേക മണവും ഗുണമൊക്കെ തന്നെ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? സുമോദിനെയും മഹേഷിനെ ഒന്നും ഇപ്പം കാണാനില്ല. മഹേഷിനെ കുറച്ച് ദിവസം കൊണ്ടേ കാണാനില്ല. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. മഹേഷെ സുഖമാണോ? എന്ത് പറ്റി? വീഡിയോയിലൊന്നും വരണില്ല, കമൻറ്റുകളൊന്നും കാണാനില്ല. ഇന്ന് സുമോദിനെ എൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ല. എന്ത് പറ്റിയോ എന്തോ, സുമോദിനും എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. എല്ലായിടും പനികളൊക്കെയാണ്. ഞങ്ങൾക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? അങ്ങനെ ഞാൻ അവിയലിന് അരച്ചെടുത്തു, അവിയൽ വെച്ചു. പിന്നെ വെപ്രാളപ്പെടണില്ല. എനിക്ക് പാലെടുക്കാൻ പോകണ്ട, റബ്ബർ പാലെടുക്കാൻ വേണ്ടി മോനുണ്ട്. അങ്ങനെ ചൂരക്കറിയിലുള്ള വലിയൊരു ചൂരത്തല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ ഇവിടെ ആളുണ്ട്. അങ്ങനെ അവിയലും ഒക്കെ റെഡിയായി. പിന്നെ ഞാൻ കടലക്കറിയാണ്, മുട്ടയൊക്കെ ചേർത്ത് കടലക്കറി വെച്ചു. കറുത്ത കടലയാണ്, അതുകൊണ്ടാണ് കറുത്ത കളറിലിരിക്കുന്നത്. ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയില്ല, അത് കിട്ടിയ കടലയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അയലമീൻ ഫ്രൈ ചെയ്യണം. പിന്നെ കുറച്ച് മോരൊന്ന് കാച്ചണം. മോര് കറിയാണ്, മോര് കാച്ചിയാണെന്ന് കറി വെച്ചത്. മോര് കാച്ചലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി തീർന്നു. അങ്ങനെ കടലക്കറിയൊക്കെ കൊണ്ട് അകത്ത് പോയി വച്ചു. അത് കഴിഞ്ഞ് വന്ന് ദോശ ചുട്ടു. പിന്നെ ഞാൻ മോര് കാച്ചാൻ വേണ്ടി ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില എല്ലാം കൂടി വശക്ക് റെഡിയാക്കി മീനിനെയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മോര് കലക്കി ഒഴിച്ചു കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എളുപ്പത്തിലൊരു ടേസ്റ്റുള്ള മീൻ കറി വെച്ചു. എല്ലാം ഓക്കെ.